അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാസർ മഅദിൻ ഒരു കാലത്ത് ധീര ശബ്ദത്തിൻ്റെ ഉടമയാണ്. തൻ്റെ വാക്ചാതുര്യം കൊണ്ട് മനുഷ്യ മനസ്സുകളെ പുളകിതമാക്കുന്ന പ്രൗഢോജ്വല പ്രഭാഷകൻ. ഒരുപാട് വർഷം പരിശുദ്ധമായ ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്ത ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത്. അദ്ദേഹം ആശുപത്രിയിൽ പോകുന്നതിൻ്റെ മുമ്പ് ഒരാഴ്ച ഒരു വോയിസ് ക്ലിപ്പ്, വളരെ സങ്കടകരമായൊരു ക്ലിപ്പാണ്. അത് ഒന്ന് കേൾക്കണം. ഇത് എന്തിന് കേൾക്കണമെന്ന് പറയുന്നത് ഇൻഷാ അല്ലാഹ് വോയിസ് കേൾക്കാൻ. നിധനായ ഞാൻ പലപ്പോഴും പല സന്ദർഭങ്ങളിലും പല ദുആവസിയത്തുകൾ നടത്തിയിട്ടുണ്ട്. എന്നോട് ബന്ധപ്പെട്ട് ഞാൻ അഭിമുഖീകരിക്കുന്ന അസുഖങ്ങളോട്, പ്രയാസങ്ങളോട് ബന്ധപ്പെട്ട്. എന്നാൽ അതിനേക്കാളൊക്കെ ഏറ്റവും വിഷമകരമായ ഒരു ആരോഗ്യ സാഹചര്യമാണ് ഞാൻ ഇന്ന് ഈ വോയിസ് ഇടുമ്പോഴുള്ളത്. കാരണം എനിക്ക് ക്രിയാറ്റിൻ ഏതാണ്ട് 11 മേലെ ആയിരിക്കുന്ന അവസ്ഥയാണ്. അതുമാത്രവുമല്ല, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും മുൻകാലങ്ങളില്ലാത്തതുപോലെ നീര് നന്നായി വന്ന് ശരീരം മൊത്തം നല്ല നീരായിട്ടുള്ള ഒരവസ്ഥ, നീര് വർദ്ധിച്ചിരിക്കുന്ന ഒരവസ്ഥയുമാണ്. ഇത് രണ്ടും എങ്ങനെയും താങ്ങാവുന്നതായിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കുറേ ദിവസങ്ങളായി യൂറിൻ പോകുന്നില്ല എന്നുള്ളതാണ്. യൂറിൻ്റെ അളവ് വളരെ കുറഞ്ഞ്, വളരെ ഏതാനും ഡ്രോപ്സ് മാത്രമാണ് യൂറിൻ പുറത്തേക്ക് വരുന്നത്. ആ ഒരു നിലയിലായി പോയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഡോക്ടർമാരുടെ അടുത്തേക്ക് അടുത്ത ദിവസങ്ങൾ പോകേണ്ടി വന്നിരിക്കുന്ന സാഹചര്യമാണ്. ഡോക്ടർമാരുടെ അടുത്ത് ചെന്നാൽ അവർ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഒരു ഡയാലിസിസിന് പറ്റുന്ന ആരോഗ്യാവസ്ഥയിലല്ല ഞാനുള്ളത്. വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീകരിക്കുന്നുണ്ട്. തലച്ചോറിനോട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ തലച്ചോറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നിന്നിട്ട് അതിൻ്റെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് സ്ട്രോക്ക് വരിക. ഈ അടുത്ത സമയത്തും കാര്യമായ നിലയിൽ സ്ട്രോക്ക് വന്ന് വലത് കൈയൊക്കെ ദുർബലമായി പോയ അവസ്ഥയൊക്കെ ഉണ്ടായി, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മറ്റ് പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ഈ യൂറിൻ ഇപ്പോഴും യൂറിൻ പോകാതെ നിന്ന് പോകുമ്പോൾ, യൂറിൻ പോകുന്ന സമയത്തും 1-2 മണിക്കൂർ ടോയ്ലറ്റിൽ ഇരുന്നാലാണ് യൂറിൻ പോയിട്ടൊന്ന് ശുദ്ധീകരിച്ച് കയറാൻ കഴിയുക. അങ്ങനത്തെ യൂറിൻ ഇങ്ങനെ മുറിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട്. ഇതുകൂടാതെ വളരെ ശക്തമായ കോൺസ്റ്റിപ്പേഷൻ കാരണം ടോയ്ലറ്റിൽ പോകാൻ പലപ്പോഴും വളരെ വിഷമിക്കുന്ന, മണിക്കൂറുകളോളം ടോയ്ലറ്റിൽ ഇരിക്കേണ്ടി വരുന്ന വിഷമകരമായ അവസ്ഥയുണ്ട്. കുറേ പ്രയാസങ്ങൾ ഇങ്ങനെ ഉള്ളതിൻ്റെ നടുവിൽ ഡയാലിസിസ് എന്ന ഒരു പ്രക്രിയയിലേക്ക് കടന്നാൽ വല്ലാത്തൊരു വിഷമാവസ്ഥയിലേക്ക് ശരീരം എത്തുമെന്ന് ആശങ്കയുണ്ട്. ഡോക്ടർമാർക്ക് പോലും ആശങ്കയുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഇത്രയും കാലം നമ്മൾ പിടിച്ചു നിന്നത് ദുആ കൊണ്ട് മാത്രമാണ്. ആ ദുആയിൽ ഏറ്റവും പരമപ്രധാനമായ ദുആ ആണ് ദുആ സ്വലാത്ത് മജ്‌ലിസിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാറുള്ള ദുആ. ആ ദുആ വളരെയധികം ഫലവത്തായിട്ടുണ്ട്. ഇതുവരെയുമുള്ള ഒരു പിടിച്ചു നിൽക്കലിന് അല്ലാഹു തആല ഒരു കാരണമാക്കിയത് ദുആ ആണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയ സഹോദരങ്ങളെല്ലാവരും ഇപ്പോഴത്തെ എൻ്റെ ഈ അവസ്ഥ ഒരു ഡയാലിസിസിലേക്ക് കൊണ്ടെത്തിക്കുന്ന സാഹചര്യം വരാതെ, ഡയാലിസിസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരാതെ, യൂറിൻ നന്നായിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ശരീരത്തിനിപ്പം എല്ലാ ഭാഗത്തും ഈ നീര് കെട്ടുന്നതിനോടൊപ്പം വേദന, വയറിനൊക്കെ ശക്തമായ വേദന. ഇന്നൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇതുവരെയും വലിയ ബുദ്ധിമുട്ട്, കുറച്ച് ഭക്ഷണം കഴിക്കാനില്ലായിരുന്നു. എന്നാൽ ഇന്നൊക്കെ ഭക്ഷണം കഴിക്കാനും വിഷമകരമായ ഒരവസ്ഥയിൽ വയറിന് ബുദ്ധിമുട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് ഇതിൻ്റെ ഭാഗമാണ്, കിഡ്നിയുടെ ബുദ്ധിമുട്ടിൻ്റെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതെല്ലാം ഒന്ന് മാറി ശരീരത്തിന് ആഫിയത്ത് തിരിച്ചു കിട്ടാനും ഒരു ഡയാലിസിസിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാനും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആ ദുആയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്യുക എന്ന ഒരു ഉദ്ദേശം കൂടി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും വോയിസ് ഇടുന്നത്. ഇൻഷാ അല്ലാഹ് എൻ്റെ സഹോദരങ്ങളുടെ പ്രാർത്ഥനകളിൽ മറക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, സർവശക്തൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ ആഫിയത്തും ദീർഘായുസ്സും തരുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങളും വിഷമങ്ങളും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. കഠിനമായ രോഗങ്ങളിലേക്ക് എത്തി വല്ലാതെ വിഷമിക്കുന്ന സാഹചര്യം വരാതെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ ഇസ്തിഖാമത്തോട് നിൽക്കാനുള്ള ഈമാനും തഖ്വയും അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അഭ്യർത്ഥന നൽകുന്നുണ്ട്. പ്രാർത്ഥനയാണ് ഏറ്റവും വലുത് എന്നുള്ളതാണ്. ഒരു മുഅ്മിൻ്റെ ആയുധം എന്നുള്ളത് പ്രാർത്ഥനയാണ്. ഞാൻ ഇതുവരെയൊക്കെ പിടിച്ചു നിലനിൽക്കുന്നത് തന്നെ പ്രാർത്ഥന കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ചാനലിൽ ഒരുപാട് മുഅ്മിനത്തുകളായ സഹോദരന്മാരൊക്കെ ഉണ്ട്. ദുആക്ക് ഇജാബത്ത് വരെ കിട്ടുന്ന നല്ല നല്ല സഹോദരിമാരൊക്കെ ഉണ്ട്. നമുക്കറിയുന്ന സഹോദരന്മാർ. ഞാൻ ചില സഹോദരന്മാർ നമ്മുടെ വീഡിയോയെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയാറുണ്ട്. ഞാൻ ഇങ്ങനൊരു വീഡിയോ കണ്ടു ഉസ്താദേ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഉസ്താദന്മാരൊക്കെ ചർച്ച ചെയ്യാൻ ഇവരായിരിക്കും ഭാവിയിലെ ഔലിയാക്കളെയും. അത്രയും നിഷ്കളങ്കരായ ആളുകളൊക്കെ നമ്മുടെ ചാനലിൽ പലരുമുണ്ട്. തീർച്ചയായും അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കൂല. അപ്പോൾ ബഹുമാനപ്പെട്ട നാസർ ഉസ്താദ് നിങ്ങളുടെ ദ്വായിൽ ഉൾപ്പെടുത്തണം. നമ്മുടെ ചാനൽ പലർക്കും ദ്വാരക്കാൻ വേണ്ടി അഭ്യർത്ഥനമായി ഞാൻ വരുന്നുണ്ട്. ആ സമയത്ത് അവരൊക്കെ നാം ദ്വായിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് ആരോഗ്യം അള്ളാഹു നൽകട്ടെ. എല്ലാ അസുഖത്തിനും അള്ളാഹു പരിഹാരം നൽകി പരിപൂർണമായ ശിഫ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ.